വിജയകുമാർ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും മുഖ്യമന്ത്രിയുടെയും സന്ദർശനം അല്ലെങ്കിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം അവർ ഓഡിറ്റ് ചെയ്ത് അസസ് ചെയ്ത് പോയി കഴിഞ്ഞിരിക്കുന്നു. ബെയിലി പാലം തന്നെയാണ് അവരുടെ എല്ലാം ഫോക്കസ് പോയിന്റ്. ഈ ബെയിലി പാലം ഇപ്പോൾ പൂർത്തിയാകുന്നു. അത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു അടുത്ത ഘട്ടം എന്ന രീതിയിൽ തന്നെ വിലയിരുത്തുന്ന സമയമാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, സമാന്തരമായി ബെയിലി പാലത്തിന്റെ അടുത്തൊരു നടപ്പാൽ നിർമ്മിച്ചുകൊണ്ട് ഈ ആയിരക്കണക്കിന് രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടതാണ്. ഇത്തരത്തിൽ വേറെ പ്രയാസപ്പെട്ടാണ് രക്ഷാപ്രവർത്തകരടക്കം കാൽനടയായി അങ്ങോട്ട് എത്തുന്നത്. ഈ ബെയിലി പാലം വരുന്നതോടെ രക്ഷാപ്രവർത്തകർക്കും എളുപ്പമാണ്, അതിനപ്പുറത്തേക്ക് കൂടുതൽ ഹൈ എക്യുപ്മെന്റ്സ് കൂടി എത്തിക്കാൻ എളുപ്പമാകുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെ ഈ ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയാണ്. അതിന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അതിന്റെ പണിയുടെ ഒരു പുരോഗമനം എങ്ങനെയാണ്? സുഹൈലെ, ഈ പാലം അത് അതിന്റെ അവസാന ഘട്ടത്തിലാണ്. നമ്മൾ കരുതുന്നത് പോലെ ആ പാലം ഇരുകരകളെയും ബന്ധിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ ആ പാലത്തിന് വലിയ ദൗത്യമുണ്ട് എന്ന് നമുക്കറിയാം. ഒരു പുതിയ പാലം ഉണ്ടാകുന്നത് വരെ ഈ പാലമായിരിക്കും ഈ മേഖലയെ താങ്ങി നിർത്താൻ പോകുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പാലത്തിന് വലിയ ദൗത്യമുണ്ട്. അത് നിർവഹിക്കുന്നതിന് തക്ക നിലയിലേക്ക് ആ പാലം മാറുകയാണ്. അതിന്റെ നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ലോക ഷീറ്റുകൾ വലിയ ഷീറ്റുകൾ അതിൽ ഇനി സ്ഥാപിക്കേണ്ടതുണ്ട്, അത് അതിൽ വിരിക്കേണ്ടതുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ആ പാലം ആളുകൾക്ക് തുറന്നു കൊടുക്കും. ഇപ്പോൾ തന്നെ അതിന്റെ പാലത്തിന്റെ 90% ജോലി അതിന്റെ പ്രവൃത്തി പൂർത്തിയായി എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഈ മഴ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ഇന്നലത്തേതുപോലെ തന്നെ സജീവമാകുന്നു, എന്ന് വെച്ചാൽ കനക്കുന്നു എന്നതാണ് നമ്മളുടെ വിജയമാർദ്ദ. ഇപ്പോൾ ആർമിയുടെ അറിയിപ്പ് വരുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ബെയിലി ബ്രിഡ്ജ് ഇൻ ഫൈനൽ സ്റ്റേജസ് ലൈക്ലി ടു ബി ലോഞ്ച്ഡ് ബൈ 3 എന്ന് പറയണം. അപ്പോൾ 3 മണിയോടുകൂടി തന്നെ ഈ ബെയിലി പാലം അതിന്റെ അന്തിമഘട്ടത്തിൽ പണികൾ പൂർത്തി തുടങ്ങാം എന്നാണ്. ഇനി അരമണിക്കൂർ മാത്രം ബാക്കി. വിജയകുമാർ, അതെ, പക്ഷേ അതിന്റെ ജോലി അവസാന ഘട്ടത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോഹ ഷീറ്റുകൾ അതിൽ വിരിക്കുക എന്നതാണ്. അത് വളരെ വേഗത്തിൽ ചെയ്യാവുന്നതാണ്, അതിനധിക സമയം വേണ്ട. അത് വിരിക്കുന്നതിനുള്ള എല്ലാം നടപടികൾ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അതെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, ഈ വാഹനം ഇവിടേക്ക് വന്നിറങ്ങുന്ന പ്ലാറ്റ്ഫോം ഒക്കെ ഒരുക്കേണ്ടതുണ്ട്. അത് ഉറപ്പുള്ള ഒരു പ്ലാറ്റ്ഫോം വേണം, അല്ലെങ്കിൽ ഈ വാഹനം മണ്ണിലേക്ക് താഴ്ന്നു പോകും. ഇവിടെ മുഴുവൻ വലിയ മണ്ണ് വന്ന് കിടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ആ മണ്ണ് നീക്കുക, ആ കല്ലുകൾ കൊണ്ട് അത് ഉറപ്പുള്ള ഒരു പ്രതലം, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണ് നടക്കുന്നത്. ആ കല്ലുകൊണ്ടുള്ള ആ ഉറപ്പുള്ള പ്രതലത്തിലേക്ക്, ആ പ്ലാറ്റ്ഫോമിലേക്ക് അതിനെ ബന്ധിപ്പിച്ച് അതിലൂടെ മാത്രമേ വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ അതിന് വേണ്ടുന്ന തരത്തിലേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ മഴ കനക്കുകയാണ് എന്നുള്ളതാണ് ഒരു ആശങ്ക. നമ്മൾ രാവിലെ രക്ഷാപ്രവർത്തകരെ ഒഴിപ്പിക്കുന്നു കേൾക്കുന്നു വിജയകുമാർ. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലെ കനത്ത മഴയെ തുടർന്ന് അവിടുത്തെ രക്ഷാപ്രവർത്തകരെ ഇന്നിപ്പോൾ നേരത്തെ തന്നെ ഒഴിപ്പിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ദുഷ്കരമാവുകയാണ് കാര്യങ്ങൾ. കാശ്മീർ, അതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ പുഴയുടെ ഇക്കരയിലും കനത്ത മഴ പെയ്യുകയാണ്. കനത്ത മഴ എന്ന് പറഞ്ഞാൽ അത് ഈ വയനാട്ടിലെ മഴയുടെ ഒരു പ്രത്യേകത. ഈ സമീപകാലത്ത് വയനാട്ടിൽ വന്നിട്ടുള്ളവർക്ക് അത് കുറച്ച് അനുഭവിച്ചറിയാം. അതായത് മുൻകാലങ്ങളിൽ ഒന്നുപോലെ അല്ല. ഒരു തുള്ളി എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്ത് വീണാൽ നമുക്ക് വേദന എടുക്കും. അക്ഷരാർത്ഥത്തിൽ ഞാനത് അതിശയോക്തി കലർത്തി പറയുകയല്ല. നമ്മളുടെ ശരീരത്ത് ആ മഴത്തുള്ളി വീണാൽ നമുക്ക് വേദന എടുക്കും, അത്രയും പെയിൻഫുൾ ആണ്. ആ നിലയിൽ നമുക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇവിടെ മഴ പെയ്യുന്നത്. ശരീരത്തിന് മനസ്സിന് വേദനയുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ കാണുന്നതും ഈ മഴ നമുക്കൊട്ടും അങ്ങനത്തെ ഒരു അവസ്ഥയല്ല, അത്തരം ഒരു മാനസികാവസ്ഥയല്ല മഴ ഇപ്പോൾ. പണ്ടൊക്കെ മഴ കുറച്ച് സന്തോഷം നൽകുന്നതായിരുന്നെങ്കിൽ ഇപ്പോൾ മഴ അങ്ങനെയല്ല. തന്നെയുമല്ല, അതിനപ്പുറത്തേക്ക് ഈ മഴത്തുള്ളി നമ്മളുടെ ദേഹത്ത് വീഴുമ്പോൾ നമുക്ക് വേദന എടുക്കുന്ന തരത്തിലേക്ക് ഈ വയനാട്ടിലെ മഴയുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. വലിയ പട്ടുകൂറ്റൻ മഴത്തുള്ളികളാണ് താഴേക്ക് പതിക്കുന്നത്. ഈ അപകടങ്ങളുടെ, ഈ ഉരുൾപൊട്ടലിന്റെ ഒക്കെ കാരണം തേടിപ്പോകുന്നവർക്ക് അത് വേഗത്തിൽ മനസ്സിലാവുകയും ചെയ്യും. ഇത്രയും വലിയ വെള്ളം വഹിക്കുന്ന വലിയ മഴത്തുള്ളിയാണ് താഴേക്ക് പതിക്കുന്നത്. അതാണ് ഈ മണ്ണിൽ വീണ് അത് ആഴത്തിലേക്ക് ഇറങ്ങി ഒരു പ്രദേശത്തെ ആകെ തകർത്തുകൊണ്ട് താഴേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ മഴയുടെ ഇപ്പോഴത്തെ രീതി കൂടി വയനാട്ടിൽ. അപ്പോൾ അതും ഈ ഘട്ടത്തിൽ പറയുന്നു. അപ്പോൾ ഇന്ന് ദൗത്യത്തിന് പ്രതികൂലമാകുന്ന തരത്തിൽ മഴ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം കനക്കുന്നു എന്നതാണ് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം സജീവമായി നടക്കുകയായിരുന്നു. ഈ മഴ കുറെ കൂടി ശക്തമാവുകയാണെങ്കിൽ അത് ആ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അത് പല മേഖലകളും തുടർച്ചയായി ഇനിയും മണ്ണിടിയാനൊക്കെയുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. അപ്പൊ അത്തരം സ്ഥലങ്ങളിലേക്ക് ഇനി പോകാൻ, മഴ പെയ്യുന്ന സമയത്ത് പോകാൻ കഴിയില്ല. അങ്ങനെ പോകാൻ ആരെയും അനുവദിക്കാനും കഴിയില്ല. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. നമുക്ക് അതുകൊണ്ട് ആ മേഖലയിലുള്ള രക്ഷാപ്രവർത്തകരോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ മാത്രമേ ഈ ഘട്ടത്തിൽ കഴിയൂ. അത് ട്രെയിൻഡ് ആണെങ്കിലും അല്ലെങ്കിലും അവിടെ തുടരുന്നത് വലിയ അപകടമായിരിക്കും. അതുകൊണ്ടാണ് ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ മേഖലയിലുള്ളവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയും സമയം, ഏതാണ്ട് രാവിലെ ഒരു 6:30 മുതൽ ഈ പറയുന്ന സമയം വരെ കാര്യമായ മഴയില്ലാതെ ഇവിടെ
നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊക്കെ ഇവിടെ നിന്ന് മാറേണ്ടി വരുന്നു. കനത്ത മഴ ഇങ്ങനെ പെയ്യുകയാണ്. തുടർച്ചയായി മഴ പെയ്യുന്നില്ലെങ്കിൽ പോലും മഴ നമ്മളുടെ എന്താണ് ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് പെയ്യുന്നുണ്ട്. പുഴയിലെ ഒഴുക്കിന് കുറച്ച് ശക്തി കൂടിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് തുടങ്ങിയ മഴയാണ്. പിന്നീട് അത് ഏതാണ്ട് ഒരു റെഡ് അലേർട്ട് എന്ന മട്ടിലേക്ക് പോയി. ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് വയനാട്ടിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെഡ് അലേർട്ട് ഇല്ല. പക്ഷേ ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും ഇപ്പോൾ പെയ്യുന്നത് കുറച്ച് കാഠിന്യമുള്ള മഴയാണ്. അത് അധിക സമയം നിൽക്കുമോ എന്നറിയില്ല. ഇത് മഴ തോരുകയാണെങ്കിൽ നമുക്ക് ഈ മുകളിൽ മുണ്ടകൈ അടക്കമുള്ള മേഖലകളിലെ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയും. അതല്ല, മഴ ഇതേ നിലയിൽ തുടരുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇന്നലത്തേതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പെരുമഴ പെയ്യുകയാണ്. ഈ പറയുന്ന മുണ്ടക്കൈ, പുഞ്ചിരിമട്ട മേഖലകളിൽ അസാധ്യമായ മഴയാണ്. ഇന്നലെ മുണ്ടക്കൈയിൽ കുറച്ച് സമയം കൂടി ഒരു 5-5:30-6 മണി വരെ അവിടെ നിൽക്കാൻ കഴിഞ്ഞിരുന്നു രക്ഷാദൗത്യ പ്രവർത്തകർക്ക്. ശ്രീകാന്തിലേക്ക് അല്പസമയം എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ. ശ്രീകാന്ത് ഈ മുണ്ടക്കൈ, ഈ പുഞ്ചിരിമട്ട ടോപ്പിൽ നിൽക്കുകയായിരുന്നു ഈ സമയം. അത്രയും അല്പസമയത്ത് എത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഒരു 6:30 വരെ ആ പെരുമഴ പെയ്യാതെ രക്ഷാദൗത്യം തുടരാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ 2:30 ആകുമ്പോഴേക്ക് ഈ മേഖലയിലൊക്കെ വലിയ മഴയാണ്. ഇപ്പോൾ സൈന്യത്തിൻ്റേത് വരുന്ന ഏറ്റവും കൂടുതൽ അപ്ഡേറ്റിൽ പറയുന്ന ഒരു വരി ഇങ്ങനെയാണ്: search operations in progress at Attamala, Mundakai and Churamala plan. Village Punjirimala has been included in the scope of rescue based on request by local officials. എന്ന് പറഞ്ഞാൽ ഈ പുഞ്ചിരിമട്ടയാണോ പുഞ്ചിരിമല ഉദ്ദേശിക്കുന്ന അറിയില്ല.